ജിൽസി ആദ്യം പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ മഴ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത ദിവസം സ്കൂൾ തുറക്കും, കുട്ടികളൊക്കെ എങ്ങനെ സ്കൂളിലേക്ക് പോകുമെന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ മഴ മാറി നിന്നു. ഇന്ന് രാവിലെയാണെങ്കിലും കാര്യമായി വെയിലൊക്കെ എല്ലായിടത്തുമുണ്ട്. അത് വല്ലാത്ത ഒരു ആശ്വാസമാണ്. കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സ്കൂളിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. ഏതായാലും നമ്മളിപ്പോൾ ഈ പെരിങ്ങളം സ്കൂളിലാണ് നിൽക്കുന്നത്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെയാണ് ഈ ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത്. ഇവിടെ കുട്ടികളെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ആദ്യമായി സ്കൂളിലേക്കൊക്കെ വരുന്ന കുട്ടികൾക്ക് വലിയ ആശങ്കയുണ്ടാവും, അവിടെ ഒരു അപരിചിതത്വം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പറ്റുന്ന എല്ലാ പരിപാടികളും സ്കൂൾ അധികൃതർ ചെയ്തു വെക്കാറുണ്ട്. അങ്ങനെ ഇവിടെ കണ്ട ഏറ്റവും മികച്ചൊരു കാഴ്ചയാണ് ഈ റോബോട്ടിക് എലിഫന്റ്. കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ ഒരു ആനയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇതൊരു റോബോട്ടിക് എലിഫന്റ് ആണ്. ചെവിയാട്ടും തുമ്പിയനക്കും ഈ ആനയ്ക്ക് നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് കുട്ടികൾക്ക് കണ്ടാൽ തന്നെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ റോബോട്ടിക് എലിഫന്റ് ഇവിടെയുള്ളത്. അതോടൊപ്പം തന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങളും ക്ലാസ്സിലെ അലങ്കാര വസ്തുക്കളും ഒക്കെയായി നല്ല രീതിയിൽ ഇവിടെ അലങ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 9 മണിയോടുകൂടിയാണ് ഇവിടെ ജില്ലാതല പ്രവേശനോത്സവം ആരംഭിക്കുക. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇവിടെ ഉദ്ഘാടനത്തിന് എത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഇവിടെയുള്ള അധ്യാപകരുണ്ട്. ഈ ആനയെയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയ ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ റോബോട്ടിക് എലിഫന്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അധികം കണ്ടിട്ടില്ല. അപ്പം കുട്ടികളെ നന്നായി ആകർഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയായിരിക്കും അല്ലേ? യെസ്, കുട്ടികളെ ആകർഷിക്കുക എന്നല്ല മാത്രമല്ല നമ്മൾ പ്രദേശത്തെ ഒരു ഉത്സവമാക്കി മാറ്റുക എന്നാണ് ഞങ്ങൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്കൂളിന്റെ 100ാം വാർഷികമാണ്. 1925 തുടങ്ങിയ ഈ സ്ഥാപനം ഈ വർഷം നമ്മൾ ശതപൂർണിമ എന്ന് പേരിട്ടുകൊണ്ട് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. 40 കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് ചേർന്നിട്ടുണ്ട്. അതുപോലെ 30 കുട്ടികൾ പ്രീ പ്രൈമറി, ഈ 2 LKG വിഭാഗത്തിൽ ചേർന്നിട്ടുണ്ട്. ഈ 2 വിഭാഗം കൂടി ഒന്നിച്ചാണ് ഇവിടെ ഞങ്ങൾ പ്രവേശനോത്സവം ഒരുക്കിയിട്ടുള്ളത്. നാട്ടുകാരും രക്ഷിതാക്കളും അതുപോലെ PTA-യും അധ്യാപകരും NSS കുട്ടികളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്താനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആഗ്രഹിച്ച് കൊണ്ടുവന്ന ഒരു പ്രവേശനോത്സവം കൂടിയാണിത്. അതാണ് ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത. ഈ നാട്ടിലുള്ളവരെല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള കുട്ടികള്, മുതിർന്നവരെല്ലാവരും ഇവിടെ രാവിലെ മുതൽ സജീവമാണ്. അപ്പോൾ നാടിന്റെ ഉത്സവം തന്നെയാണ്. നാടിന്റെ ഉത്സവം തന്നെയാണ്. ഞങ്ങൾ അത് അങ്ങനെയാണ് കണ്ടത്. നമ്മളിവിടെ പെരിങ്ങളം സ്കൂളില് ഒരു പരിപാടി ഏറ്റെടുത്താൽ അത് നാടിന്റെ ഉത്സവമായി മാറാറുണ്ട്, ഏത് പരിപാടി. പക്ഷെ ഇതൊരു പ്രത്യേകം ഞങ്ങളൊരു ആവശ്യപ്രകാരം ഞങ്ങൾ 100ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ഒരു ജില്ലാ പ്രവേശനോത്സവമാണ്. അത് നമ്മൾ അതിഗംഭീരമാക്കി ചെയ്യണം എന്നുള്ളതിൽ എല്ലാ കമ്മിറ്റികളും നമ്മൾ ചലിപ്പിച്ചിട്ടുണ്ട്. നാട്ടിലെ എല്ലാ കമ്മിറ്റികളും ഒരു ആഘോഷം എങ്ങനെയാണോ നടത്തേണ്ടത് അത് അങ്ങനെ കൃത്യമായിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ നടത്തി എവിടെയാണോ പോരാത്തത് ആ പോരായ്മകളൊക്കെ നികത്തി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ നല്ലൊരു ഉത്സവാന്തരീക്ഷത്തിലാണ് കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ കൊച്ചുമക്കളൊക്കെ ഇങ്ങോട്ട് എത്തിത്തുടങ്ങും. 9 മണിയോടുകൂടിയാണ് പരിപാടി തുടങ്ങുക. മന്ത്രി മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇവിടെ വേദിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, കസാരകളൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ ഏട്ടന്മാരും ചേച്ചിമാരുമാണ് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നോക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ കുരുന്നുകൾ ഇങ്ങോട്ടെത്തും. അതിനുശേഷം പ്രവേശന പരിപാടികൾ നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് കോഴിക്കോടിന്റെ ഒരു വിവരങ്ങളൊക്കെ ഉള്ളത്. ഏതാണ്ട് 60,000 കുട്ടികളാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇന്ന് പ്രവേശനോത്സവത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്.